നമസ്കാരം. ഇനി നമുക്ക് 21ാമത്തെ പേജിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമാന്തര ശ്രേണിയിലെ 5ാം പദം 10ഉം 10ാം പദം 5ഉം ആണ്. ശ്രേണിയിലെ 15ാം പദം എന്താണ്? ശ്രേണിയിലെ 25ാം പദം എന്താണ്? ഈ മോഡൽ ക്വസ്റ്റ്യനിൽ നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഉറപ്പിക്കാം, ഇതിൻ്റെ പൊതുവ്യത്യാസം തീർച്ചയായിട്ടും -1 ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. അതായത് നെഗറ്റീവ് പൊതുവ്യത്യാസമുള്ള ശ്രേണി ആയിരിക്കും ഇത് എന്ന് പ്രതീക്ഷിക്കുക. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? 5ാം പദം 10, 10ാം പദം 5, ആ മോഡലിൽ വരുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3ാം പദം 19, 19ാം പദം 3 ഇങ്ങനെ വന്നാലും പൊതുവ്യത്യാസം -1 ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് പെട്ടെന്ന് കണക്കിലിട്ടെത്താൻ ഇത് ഉപകരിക്കും. ഓക്കെ, നമുക്ക് എപ്പോഴത്തെയും പോലെ ആൻസറിലിട്ട് പോവാം. ആൻസർ ആദ്യം തന്നിരിക്കുന്ന എഴുതാം. 5ാം പദം 10, അതുപോലെ തന്നെ 10ാം പദം 5. ഇനി പൊതുവ്യത്യാസത്തിലോട്ട് പോവാം. പൊതുവ്യത്യാസം A സമം ഇവിടെ 10ാം പദം 5 ആണ്. 5 - 10. ഇവിടെ 5 - 10, അതായത് ചെറുത് മൈനസ് വലുത് എഴുതാൻ നമുക്ക് പ്രയാസം, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കില്ല അങ്ങനെ എഴുതണമെന്ന്. ചിന്തിച്ചാലും അത് ശരിയാണോ എന്നൊരു ഡൗട്ട് നമുക്ക് വരും. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ എഴുതുക. 5 - 10, താഴെ 10 - 5. അതായത് പദങ്ങളുടെ തമ്മിലുള്ള വ്യത്യാസം 10ാം പദവും 5ാം പദവും. 10ാം പദം 5ഉം 5ാം പദം 10ഉമാണെന്ന് ഇവിടെ പ്രത്യേകം ഓർക്കുക. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം ഇവിടെ -5, മുകളിൽ -5 കിട്ടും ബൈ താഴെ 5. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? -1. -5/5 -1. ക്ലിയർ? ഇനി പൊതുവ്യത്യാസമായി. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഈ ശ്രേണിയിലെ 15ാം പദം എന്ത്? 25ാം പദം എന്താണ്? 15ാം പദം എന്ന് പറയുമ്പോൾ എന്താണ്? 10ാം പദത്തിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 5 കൂട്ടണം. 5 പൊതുവ്യത്യാസം കൂട്ടണം സമം 15ാം പദം. കറക്റ്റല്ലേ? അപ്പോൾ നമുക്ക് 15ാം പദം സമം എങ്ങനെ എഴുതാം? 10ാം പദം എത്രയാണ്? 5 പ്ലസ് 5 തവണ പൊതുവ്യത്യാസം എത്രയാണ്? 5 × -1. അപ്പോൾ 5 - 5 സമം 0. ഇവിടെ ഈ 15ന് വേറൊരു ബന്ധം കൂടിയുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന 5ാം പദം 10, 10ാം പദം 5, ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 15 കിട്ടും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ആ 15 എന്ന് പറയുന്നത് 0 15ാം പദം 0. ഫോർ എക്സാമ്പിൾ 3ാം പദം 10, 10ാം പദം 3 എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മുടെ 3ഉം 10ഉം കൂടെ കൂട്ടിക്കിട്ടുന്ന 13. 13ാം പദം അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതും ഇവിടെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ക്വസ്റ്റ്യനിലെ അടുത്ത പാർട്ട് 25ാം പദം എന്താണ്? ബി ക്വസ്റ്റ്യൻ. 25ാം പദം അല്ലേ? ബി. ഇത് എ ആയിരുന്നു. ഈ ക്വസ്റ്റ്യൻ എ ആയിരുന്നു. 25ാം പദം എന്ന് പറയുന്നത് 15ാം പദത്തിൻ്റെ കൂടെ x15ൻ്റെ കൂടെ എന്ത് ചെയ്താൽ മതി? ഒരു 10 പൊതുവ്യത്യാസവും കൂടി കൂട്ടിയാൽ മതി. 10a. കറക്റ്റല്ലേ? അപ്പോൾ x15 എത്രയാണ്? 0 പ്ലസ് 10a. 10 × -1. ഇവിടെ പൊതുവ്യത്യാസം നെഗറ്റീവാണെന്നറിയാം. അതായത് അങ്ങോട്ട് പോകും തോറും, അതായത് വലുതാകും തോറും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും, അത് ചെറുതായിക്കൊണ്ടിരിക്കും. -10. അപ്പോൾ 25ാം പദമാകുമ്പോൾ ഉത്തരം -10ലോട്ട് കടക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇവിടെ 0 എന്ന് പറയുന്ന 15ാം പദമാണ്. പ്ലസ് 10 × 10 തവണ പൊതുവ്യത്യാസം, 10 തവണ -1, -10. വലുതിന് ചിഹ്നം -10, സോ ആൻസർ -10. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ.